ഇന്ന് നമ്മൾ ഒരു തത്വചിന്തകനെ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹം ലോകത്ത് അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതനാണ്. 15-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഇതിഹാസം എന്നൊക്കെ പറയാം. 14-15 നൂറ്റാണ്ടുകൾ. ഇദ്ദേഹത്തിൻ്റെ പേര് ഇബ്നു ഖൽദൂൻ. ആഫ്രിക്കയിലെ തുനീഷ്യൻ രാജ്യത്താണ് ഇദ്ദേഹം ജനിച്ചതും. അതുപോലെ തന്നെ ഈജിപ്തിലെ കൊയ്റോയിലാണ് ഇദ്ദേഹം മരണപ്പെട്ടതും. 1332 തൊട്ട് 1406 വരെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഏരിയ സോഷ്യോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പോളിറ്റി തുടങ്ങിയ വിഷയങ്ങളാണ് ഇദ്ദേഹം പ്രതിപാദിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം, പഠനങ്ങളെല്ലാം പ്രതിപാദിക്കപ്പെടുന്നത്. ഇന്ന് ആധുനിക യുഗത്തിലെ സോഷ്യോളജിസ്റ്റുകളും ഇദ്ദേഹത്തിൻ്റെ പഠന ഗ്രന്ഥത്തെ ആസ്പദമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവന അത്രത്തോളം വലിയ മൂല്യവത്താണ്. ഇദ്ദേഹം ഒരു ലോക ചരിത്രത്തെക്കുറിച്ച് എഴുതുകയുണ്ടായി. 6-7 വാല്യങ്ങൾ വരുന്ന വലിയൊരു കൃതിയാണത്. ആ കൃതിക്ക് ഒരു ആമുഖം എഴുതി. ആ ആമുഖമാണ് മുഖദ്ദിമ എന്ന് പറയുന്ന പുസ്തകം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ 6-7 വാല്യം വരുന്ന ആ ലോക ചരിത്ര പുസ്തകത്തെക്കാളും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് മുഖദ്ദിമ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. കാരണം അതിനകത്ത് അദ്ദേഹം വലിയൊരു ഫിലോസഫിയും വലിയൊരു പാഠ്യ സന്ദേശവും ഒരു റിസർച്ച് മെത്തഡോളജി അദ്ദേഹം വിഭാവനം ചെയ്യുന്നുണ്ട്. ചരിത്ര ഗവേഷകരെ എങ്ങനെയാണ് ചരിത്രത്തെ സമീപിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം സോഷ്യോളജിക്കലായി, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ പേഴ്സ്പെക്റ്റീവ് നിന്നുകൊണ്ട് വലിയൊരു ദർശനം പങ്കുവെക്കുന്നുണ്ട് ആ കൃതിയിൽ. അതുകൊണ്ടാണ് അത്രയും വലിയ ചലനം സൃഷ്ടിച്ചത്. ഒരുപാട് ആധുനിക പഠിതാക്കൾക്കെല്ലാം, ഗവേഷകർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വലിയൊരു ഊർജ്ജം നൽകിയിട്ടുണ്ട്, സ്വാധീനം ചെലുത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇബ്നു ഖൽദൂൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ, പ്രധാന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് സൈക്ലിക് ഹിസ്റ്ററിയാണ്. സൈക്ലിക് ഹിസ്റ്ററി, ഈ സൈക്ലിക് ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഏതൊരു സിവിലൈസേഷനും ഏതൊരു സാമ്രാജ്യവും ഉയർച്ചയും താഴ്ചയും നേരിടേണ്ടി വരും. അതിന് 4 ഘട്ടങ്ങളുണ്ടാവും: ബെർത്ത്, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ആൻഡ് ഫോൾ എന്നുള്ളതാണ് ആ ഒരു സൈക്ലിക് പീരീഡ്. ഈ സൈക്ലിക് പീരീഡിനെ ആസ്പദമാക്കിയിട്ട് പിന്നീടും ഇബ്നു ഖൽദൂന് ശേഷം ഒരുപാട് ആധുനിക സൈദ്ധാന്തികർ ആ മെത്തഡോളജി ആവിഷ്കരിച്ചിട്ടുണ്ട്, പലരും പല രീതിയിലും. എനിവേ, ഇബ്നു ഖൽദൂനാണ് സൈക്ലിക് ഹിസ്റ്ററി എന്ന സിദ്ധാന്തം ആദ്യമായിട്ട് മുന്നോട്ട് വച്ചത്. ഏതൊരു സാമ്രാജ്യവും ഉയർച്ചയും താഴ്ചയും മരണവും നേരിടും എന്നുള്ളതാണ് ആ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്നാണ് അസവിയ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, സോഷ്യൽ കൊഹേഷൻ തിയറി. അതാണ് ഏതൊരു സിവിലൈസേഷനും ഏതൊരു സംഘടനകളും, ഇന്നത്തെ കാലത്ത് ഒരു സംഘടനകൾ, രാഷ്ട്രം, ഇതിനെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണത്, സോഷ്യൽ കൊഹേഷൻ തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യം എങ്ങനെയാണ് ഇന്ത്യയായി മാറുന്നത്, ഇന്ത്യക്കാരെന്ന ഫീലിംഗ് ഉണ്ടാകുന്നത്, അമേരിക്ക എന്ന രാജ്യം, ആ അമേരിക്കക്കാർക്ക് എങ്ങനെയാണ് ഫീലിംഗ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഏതൊരു സംഘടന ആയിക്കൊള്ളട്ടെ, ഇന്ന് നിലനിൽക്കുന്ന ഏതൊരു കമ്പനി ആയിക്കൊള്ളട്ടെ, അതിനെല്ലാം അതിൻ്റെ അകത്ത് ആ എൻറ്റിറ്റിയിൽ വരുന്ന ആളുകൾക്ക് ഒരു കൊഹേഷൻ ഫീലിംഗ് ഉണ്ടാകും. അതിനാണ് സോഷ്യൽ കൊഹേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുകയുണ്ടായി ആ പുസ്തകത്തിൽ, മുഖദ്ദിമ എന്ന് പറയുന്ന പുസ്തകത്തിൽ. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്സിൽ സപ്ലൈ, ഡിമാൻഡ്, സർപ്ലസ് വാല്യൂ, ലേബർ തിയറി എന്ന സിദ്ധാന്തങ്ങളെക്കുറിച്ച്, എക്കണോമിക് പേഴ്സ്പെക്റ്റീവ്സ്, ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഇദ്ദേഹമാണ് എംപിരിക്കൽ മെത്തഡോളജി എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്, ഒരു പഠന അപ്രോച്ച് മുന്നോട്ട് വെച്ചത്. അതായത് ഏതൊരു പഠനത്തിലും വസ്തുതകളെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കണം പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു സമീപനമായിരിക്കണം പഠിതാക്കൾക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു നോക്കുന്നത്. അതിനെയാണ് എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിപുലമായ സൈദ്ധാന്തിക സംഭാവനകൾ നൽകിയ വലിയൊരു പണ്ഡിതനാണ് ഇബ്നു ഖൽദൂൻ. ഓക്കെ, താങ്ക് യു.